ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1743. ഇന്ന് ഒക്ടോബർ മാസം 8-ാം തീയതി 282-ാമത്തെ ദിവസത്തിലും സാധിച്ചാല് വായിക്കണം വിശുദ്ധനായ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം. വളരെ കുറച്ച് പേജുകൾ മാത്രമേ ഉള്ളൂ പുതിയ നിയമത്തിനകത്ത്. മനസ്സിരുത്തിയാല് ഒറ്റ വായനയ്ക്ക് നമുക്ക് ഒന്ന് അവസാനിപ്പിച്ചെടുക്കാം. രണ്ടാമതും തീർച്ചയായിട്ടും വായിക്കേണ്ടതാണ് വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ എഴുതിയ ലേഖനങ്ങളിൽ ആദ്യത്തേത്. സഹോദര സ്നേഹത്തെക്കുറിച്ചും സഹജീവികളോടുള്ള നമ്മൾ ഓരോരുത്തരുടെ മനോഭാവത്തെപ്പറ്റിയും പ്രതികരണത്തെക്കുറിച്ചുമൊക്കെ എത്ര ഭംഗിയായിട്ടാണ് ക്രിസ്തു കേന്ദ്രീകൃതമായി വിശദീകരിച്ചിട്ടുള്ളത്. നമ്മൾ കാണാതെയും അറിയാതെയും പോവുകയാണ്. പൂർണ്ണമായിട്ടൊന്നും ഉൾക്കൊള്ളാനോ പ്രാവർത്തികമാക്കാനോ സാധിച്ചെന്നു വരില്ല. കുറച്ചെങ്കിലുമൊക്കെ ഒരു മനുഷ്യത്വം നമ്മളൊന്ന് പിന്തുടർന്നിരുന്നെങ്കിൽ, കുറച്ചെങ്കിലുമൊക്കെ സത്യസന്ധത ജീവിതത്തോട് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ, ആരോടെങ്കിലുമൊക്കെ വളരെ കുറച്ചു പേരോടെങ്കിലും ഞാനൊരു നല്ല മനുഷ്യനായിട്ട് ഒന്ന് ഇടപെട്ടിരുന്നെങ്കിൽ. എന്റെ ദൈവാന്വേഷണമൊക്കെ വലിയ സാഹസ പ്രവൃത്തിയായി മാറുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അതിങ്ങനെ ആരെയൊക്കെ ബോധ്യപ്പെടുത്താനുള്ള പ്രഹസനങ്ങൾ മാത്രമാണ്. കൺമുന്നിൽ കാണുന്ന മനുഷ്യരില് ഒരിക്കലും എനിക്ക് ദൈവത്തെ തിരിച്ചറിയാനായിട്ട് പറ്റാതെ പോകുന്നു. എന്നിട്ട് കാതങ്ങൾ അകലെയുള്ള ഈശ്വര സ്ഥാനം തേടി ഞാനിങ്ങനെ അലയുകയാണ്. കാണുന്ന സഹോദരനെ തിരിച്ചറിയാൻ പറ്റാത്ത ഞാന് കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെയാണ് അറിയാൻ പോകുന്നത്, അനുഭവിക്കാൻ പോകുന്നത്? അതൊരു അനുഭൂതിയായി എങ്ങനെയാണ് ഒടുവിൽ മാറുന്നത്? അവനവന് ആവശ്യമുള്ളതെല്ലാം സമ്പാദിച്ചു കൂട്ടുന്ന വൻ തിരക്കിലാണ് ഓരോരുത്തരും. അതിനിടയില് വിട്ടുപോകുന്നതും അവഗണിക്കപ്പെടുന്നതും ഉപേക്ഷിക്കുന്നതുമൊക്കെ ആരെയാണ്? അടുത്തുള്ളവരുടെ ശരിയായ അവസ്ഥകളാണ്, അടുത്തുള്ളവരുടെ ശരിയായ നീറുന്ന ചുറ്റുപാടുകളാണ്. എപ്പോഴാണ് ഒരു ആകാശ വീക്ഷണമെങ്കിലും അവരിലേക്ക് എത്തുക? ആരുമറിയാതെ വിങ്ങിപ്പൊട്ടുന്ന എന്തുമാത്രം മനുഷ്യരുണ്ടാവും. കഥകടച്ച് അവനവന്റെ ആത്മാഭിമാനം മുറുകെ പിടിക്കുന്ന മനുഷ്യരുമുണ്ടാവും. ആവശ്യമുള്ളവരുടെ മുന്നില് ദൈവമായി പ്രത്യക്ഷപ്പെടുന്നവരെയാണ് സത്യത്തില് ദൈവത്തിനും ആവശ്യം, ദൈവത്തിനും ഇഷ്ടം. അങ്ങനെ ആവശ്യക്കാരുടെ മുമ്പില് അപ്പമായി മാറാനായിട്ട് കൂടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതൊന്ന് തിരിച്ചറിയണം. നമ്മളാൽ പറ്റുന്ന വിധത്തിൽ, നമ്മളെ കൊണ്ട് ആവുന്ന വിധത്തിൽ, നമ്മുടെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് മാത്രം. ആമേൻ.